12-ാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. 12-ാം ഇടം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഉദയ്നഗർ. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം സിസ്റ്റർ റാണി മരിയ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ച ക്രിസ്തുവിൻ്റെ മുഖവുമായിട്ട് നടക്കുന്ന ഒരു സന്യാസിനി. ക്ഷമയുടെ വലിയ പര്യായമായിട്ട് ഈ സിസ്റ്റർ മാറുന്നുണ്ട്. 1995 ഫെബ്രുവരി 22-ാം തീയതി ഈ സിസ്റ്റർ ഇൻഡോറിലേക്ക് യാത്ര ചെയ്യുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒത്തിരി സഹായിക്കുമായിരുന്നു. അവർക്ക് ആശ്വാസമായിരുന്നു, അവരുടെ അഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയും രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരി അദ്ദേഹത്തെ വെറുത്തിരുന്നു, ആ സ്ത്രീയെ. ആ ഇൻഡോറിലേക്ക് പോകുന്ന യാത്രയിൽ സമന്ദർ സിംഗ് എന്ന് പറയുന്ന വാടക കൊലയാളി ഈ മനുഷ്യൻ പോകുന്ന ബസ്സിനെ പിടിച്ചു നിർത്തി, തടഞ്ഞു നിർത്തിയിട്ട് ആ സിസ്റ്ററിനെ പുറത്തേക്ക് തള്ളിയിടുകയാണ്. വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് 54 തവണയാണ് കത്തി കൊണ്ട്, കടാര കൊണ്ട് കുത്തുന്നത്. ഓരോ തവണ കുത്തുമ്പോഴും ഈശോയെ ഈശോയെ എന്ന് മാത്രം മന്ത്രിക്കുന്ന ആ സിസ്റ്ററിനെയാണ് നമ്മൾ കാണുന്നത്. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വലിയ ക്ഷമയുടെ പര്യായവും ക്രിസ്തു മുഖവും ഈ സിസ്റ്ററിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ റാണി മരിയ തൻ്റെ പിതാവിൻ്റെ കൈകളിൽ ക്രിസ്തു തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. സംഭവം അവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, തുടർന്നുള്ള സംഭവമാണ് വലിയൊരു അത്ഭുതമായിട്ട് മാറുന്നത്. റാണി മരിയ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ആ സിസ്റ്ററിൻ്റെ സഹോദരി സെൽമി, ഈ സെൽമി സിസ്റ്റർ ഒരു രാഖിയൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് സിസ്റ്ററിൻ്റെ കൊലയാളിയായ സമന്ദർ സിംഗിനെ കാണാനായിട്ട് പോവുകയാണ്. രാഖി കെട്ടി സഹോദരനാക്കി തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച. ഇത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. സ്നേഹമുണ്ടോ അവിടെ ക്ഷമിക്കാനായിട്ട് സാധിക്കും. സിസ്റ്ററിനറിയാം, എൻ്റെ ചേച്ചി, എൻ്റെ നീതി നഷ്ടപ്പെട്ടു. പകരം എനിക്ക് തന്നൊരു മനുഷ്യനാണ് ആര്? സമന്ദർ സിംഗ്. വേദനിപ്പിച്ചവരെ പോലും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നൊരു പാഠം അവിടെ വിടരുകയാണ്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോ പകയായിരിക്കുള്ളൂ, എന്തെങ്കിലും വാശിയായിരിക്കുള്ളൂ. ഈ വാശിയും പകയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താറേ ഉള്ളൂ, നേടിത്തരാനായിട്ട് സഹായിക്കില്ല. പക്ഷെ ക്ഷമ എന്ന വലിയൊരു പുണ്യം അത് വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. അത് ഒരുവനെ നേടിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നേടിയെടുത്തതുപോലെ സിസ്റ്റർ റാണി മരിയയുടെ മരണത്തിലൂടെ സിസ്റ്റർ സെൽമി സമന്ദർ സിംഗിനെ തിരിച്ച് പശ്ചാത്താപത്തിലേക്കും സഹോദരനായിട്ടും ക്ഷണിച്ചതുപോലെ ആ ക്ഷമ എന്ന പുണ്യം നമ്മിലേക്ക് വളരാനായിട്ട് അതിനുള്ള നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ.